ഭാഗവത നിത്യപാരായണം. ഇന്ന് ദശമസ്കന്ധത്തിലെ 29ാമത്തെ ശ്ലോകം, 29ാമത്തെ അധ്യായം. 29ാമത്തെ അധ്യായം മുതൽ 33 അധ്യായം വരെ രാസപഞ്ചകമാണ്. ശ്രീമദ് മഹാഭാഗവതത്തിൽ ഈ രാസപഞ്ചകം 5 അധ്യായങ്ങളിലായിട്ട് ശ്രീമദ് മഹാഭാഗവതത്തിലുള്ളത്. ശ്രീമദ് നാരായണീയത്തിൽ 65 മുതൽ 69 ദശകങ്ങളിലായിട്ട് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. എല്ലാ ശ്ലോകങ്ങളും എല്ലാ വലിയ വലിയ കഥകളും വളരെ ചുരുക്കി പറയുന്ന നാരായണ ഭട്ടതിരിപ്പാട് ഈ രാസപഞ്ചകം മാത്രം 5 ദശകങ്ങളിലായിട്ട് വർണ്ണിക്കുന്നതിൽ നിന്നും ആ രാസപഞ്ചകത്തിന്റെ മുഖ്യത്വം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശ്രീമദ് മഹാഭാഗവതത്തിലെ ഈ 5 ദശകങ്ങൾ ഭഗവാൻ ഗോപികമാരുമായിട്ട് ചെയ്യുന്ന രാസക്രീഡയുടെ വർണ്ണനമാണ്. ഈ ആദ്യത്തെ ദശകത്തിൽ ഭഗവാന്റെ വേണുനാഥം കേട്ട് ഗോപികമാർ ഓടി വരുന്നതും അവരെ തിരിച്ചയക്കാൻ പരീക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ അനേകം വാക്കുകൾ പറയുന്നതും അത് കേട്ടിട്ടൊന്നും അവർ തിരിച്ചു പോകാതെ ഭഗവാനെ തന്നെ ആശ്രയം പ്രാപിച്ചപ്പോൾ ഭഗവാൻ അവർക്ക് പരമമായ ആഹ്ലാദം, ആത്മാവും പരമാത്മാവും ചേർന്നുള്ള ചേർച്ചയാണ് പരമമായ ആഹ്ലാദം, അത് നൽകുകയും എന്നാൽ അത് ലഭിക്കുമ്പോഴേക്കും അവർക്ക് അഹങ്കാരം വരികയും അഹങ്കാരം കണ്ടിട്ട് അഹങ്കാരത്താൽ മനുഷ്യൻ നശിക്കും എന്നുള്ളത് കൊണ്ട് അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ ഭഗവാൻ മറയുന്നത് വരെയുമാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുത്തര ഭവാർണവ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാദ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ പുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ.